ചലച്ചിത്ര സംഘടനയായ ഫെഫ്കയുടെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുകയാണ് എറണാകുളത്ത്. ആ ദൃശ്യങ്ങളിലേക്ക്. അംഗസംഘടനകളെയും അതിൻ്റെ ഭരണസമിതികളെ വിളിച്ചുകൂട്ടി ഈ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായവും കേട്ട്, കൂടാതെ ഫെഫ്കയിലെ വിവിധ സംഘടനകളിലെ വനിതകളുടെ ഒരു യോഗം നടത്തി അവരെയും കേട്ടതിന് ശേഷം വളരെ വിശദമായിട്ട് ഒരു ചർച്ചകൾക്ക് ശേഷം നിങ്ങളെ കാണാം, എഴുതി തയ്യാറാക്കിയ ഒരു അവലോകന രേഖയുമായി നിങ്ങളെ കാണാം എന്നുള്ളതായിരുന്നു ഫെഫ്കയുടെ നിലപാട്. അത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിൻ പ്രകാരം ഓഗസ്റ്റ് 31 ഫെഫ്കയുടെ സ്ത്രീകളുടെ യോഗം നടന്നത്. സെപ്റ്റംബർ 2 അതിന് 6 യൂണിയനുകളുടെ 7 യൂണിയനുകളുടെ യോഗം നടന്നു. സെപ്റ്റംബർ 3 6 യൂണിയനുകളുടെ, സെപ്റ്റംബർ 4 ബാക്കിയുള്ള യൂണിയനുകളുടെ യോഗം, ഏതാണ്ട് 8 യൂണിയനുകളുടെ യോഗങ്ങൾ നടന്നു. അതിൽ നിന്നും ഉള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകൾ അത് വെളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള, എന്ന് നിലപാടെടുത്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരു സംഘടന ഫെഫ്കയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ ആദ്യഘട്ടത്തിലാണ് അത് പറയുന്നത്. ഒപ്പം ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെൻ്റായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത്. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുണ്ട്. പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ്. അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു. കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങളെ വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിന്റെ 14ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. The committee then decided to contact individuals in cinema personally, അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട്, of both men and women in cinema whom we propose to meet എന്നാണ് പറയുന്നത്. whom we propose to interact with എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു, ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ആളുകളാണ്, ഇത്ര പേരേ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തെരഞ്ഞെടുപ്പ് നടത്തിയത്? ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഫെഫ്കയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല? മലയാളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ 8000 പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ. അന്ന് എനിക്ക് തോന്നുന്നു 5000 ശിഷ്ടം ആളുകളാണ് ഫെഫ്കയിൽ പ്രവർത്തിച്ചിരുന്നത്. 700 ശിഷ്ടം സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫെഫ്ക. എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? അതിനുശേഷം അവിടെ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിലെ ഒരു ഇമെയിലായിട്ട്, ഒരു ക്വസ്റ്റ്യനറായിട്ട് മാറ്റുകയും ആ ക്വസ്റ്റ്യനർ WCC അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ടേംസ് ഓഫ് റെഫറൻസ് ഒരു ക്വസ്റ്റ്യനറാക്കി മാറ്റി, എന്നിട്ട് ആ ക്വസ്റ്റ്യനർ WCC അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു. 12ാം പേജ് കണ്ടാൽ മതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ. ഇതേ രീതിശാസ്ത്രം എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലുണ്ടായില്ല? ഈ ക്വസ്റ്റ്യനർ ഞങ്ങൾക്ക് അയച്ചു തരാം, ഞങ്ങളുടെ 21 സംഘടനകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും.
അവരുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി തന്നെ കമ്മിറ്റിക്ക് കൊടുത്തേനെ, WCC ചെയ്തതുപോലെ. എന്തുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ ആക്ടേഴ്സിന്റെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യനർ ഇമെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു പ്രൊസീജിയർ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാതിരുന്നത്? ഇനി അടുത്തത് നോക്കൂ. സി എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നുണ്ട്, 2 group meetings were held with the members of WCC who responded to the questionnaire belonging to different categories of women in cinema. ഹേമ കമ്മിറ്റി ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്നാണ് പറയുന്നത് WCC അംഗങ്ങളുടെ. ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ നിന്ന് ഞങ്ങളുടെ WCC അംഗങ്ങളല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? എന്താണ് അതിന്റെ മാനദണ്ഡം? ആക്ടേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന, അമ്മയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? അപ്പൊ ഒരു കൃത്യമായ ഒരു റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കൽ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. എഫ് എന്ന ക്ലോസിൽ അവർ പറയുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്സ് വെയർ ക്രിയേറ്റഡ് ഫോർ വിമൻ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങളുടെ എത്ര സ്ത്രീകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇല്ല എന്ന് തന്നെ വേണം പറയാം. ഒന്നും വേണ്ട, ശ്രീ ഷിബു സുശീലൻ ഇവിടെയുണ്ട്, ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി സെവനാർട്സ് മോഹൻ ആയിരുന്നു. ആ പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. മലയാള സിനിമയിൽ 40-45 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന പ്രഗത്ഭനായ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സെവനാർട്സ് മോഹൻ. അദ്ദേഹമായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി. ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ കുറിച്ചാണ്. സെവനാർട്സ് മോഹനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തുകൊണ്ട് വിളിച്ചില്ല? അതുമാത്രമല്ല, ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ പോയപ്പോൾ, ഞാനത് ഈ അവലോകന രേഖയിൽ ചേർത്തിട്ടുണ്ട്, ഞാൻ കമ്മിറ്റി മുമ്പാകെ പോയപ്പോൾ ഞാൻ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെയെങ്കിലും നിങ്ങൾ കേൾക്കണം. അവർ ഞങ്ങളുടെ അടിസ്ഥാന വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും, സമയമാവുമ്പോൾ വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊന്ന്, ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനെ കുറിച്ച് ഒരു പരാമർശം 47ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനിലെ 2 വനിതകളെ വിളിച്ചു. അവർ സവിശേഷമായിട്ട് അവർ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്മിറ്റിയെ ധരിപ്പിക്കത്തക്ക വിധത്തിൽ ആ തൊഴിൽ മേഖലയിൽ അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഈ കമ്മിറ്റി ആ മൊഴിയെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്നുള്ളത് നിങ്ങൾ നോക്കണം. To repeated questions from all angles, they repeated that they have no problem. From other inputs which we have during our study, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. From other inputs which we have during our study, we formed an opinion that they were deliberately suppressing the relevant information from the committee. അവർ കമ്മിറ്റിയിൽ നിന്നും മനഃപൂർവ്വം വസ്തുതകൾ മറച്ചു വെക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് ഈ വിവരങ്ങൾ? ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പോയ ഒരു പെൺകുട്ടി ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ അംഗമാണ്. ആ കുട്ടി വളരെ വിശദമായിട്ട് ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജനറൽ കൗൺസിൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു ലോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാൻ ഈ വിശകലന രേഖയിൽ ചേർത്തിട്ടുണ്ട്. അവർ പറയുന്നത് അവരെ പല ആവർത്തി ഒരു കമ്മിറ്റി ലക്ഷ്യമാക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അവർക്കത് പറയേണ്ടി വന്നില്ല. ഇല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം കൂടി പറയട്ടെ, തുല്യവേതനത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഡാൻസേഴ്സിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ വേതനം കൂടുതൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും. നിങ്ങൾക്ക് തിരക്കാം. സ്ത്രീകൾക്കും പുരുഷനും തുല്യവേതനം കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം, ഒരേ ഒരു ഭാഷ മലയാളമാണ്, കേരളമാണ്. ഈ വസ്തുതയെങ്കിലും ഡാൻസേഴ്സ് യൂണിയന്റെ പ്രതിനിധികളോട് അവർ ചോദിച്ചറിയേണ്ടതല്ലായിരുന്നു. ഇനി ഈ മൊഴികളെ മുൻവിധിയോടെ അവിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ഥാപക അംഗത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അവർക്ക് പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാർത്ഥയാണെന്നും അവർക്ക് സിനിമകൾ ചെയ്യാനാണെന്നും ഈ കമ്മിറ്റി
പറഞ്ഞു. ഇതൊരു ഒരു ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള പഠന കമ്മിറ്റിയാണ്. ആ ഒരു പഠനം നടത്തുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് അവരുടെ മനസ്സ് തുറന്നപ്പോൾ അതിൽ ദുഷ്ടലാക്ക് കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അടുത്തത് തൊഴിലിടത്തിലെ ലൈംഗിക അതിക്രമം എന്ന വിഷയമാണ്. ഇത് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും മേജർ കൺസേൺ ആണ്. ഏറ്റവും കൂടുതൽ പേജുകൾ അവരെടുത്തിരിക്കുന്നതും ഇതിനാണ്. അപ്പം ഞങ്ങളുടെ അംഗസംഘടനകളിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ പല സമീപനങ്ങളുണ്ടായി. എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയുമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇല്ല, ഞങ്ങളുടെ അറിവിലില്ല. ഇതെല്ലാം ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ചർച്ചകൾ തള്ളിക്കളയുകയാണ്. ഞങ്ങൾ സിനിമയിലെ ലൈംഗിക അതിക്രമത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. പല അടരുകളുള്ള സങ്കീർണതയാണ് അതിനുള്ളത്. ഒരുപക്ഷെ ഈ കമ്മിറ്റി ഫോം ചെയ്യപ്പെടുന്ന മുതൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നവരെയുള്ള ഇടവേളയിൽ കാര്യമായിട്ട് അതിൻ്റെ തോത്, അതിൻ്റെ ഒരു തീഷ്ണത കുറഞ്ഞിട്ടുണ്ട്. പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് അതിന്. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനവും അത് സൃഷ്ടിച്ച അവയർനെസ്സും ഒക്കെ ഇതിന് കാര്യമാണ്. ചിലർ പറയുന്നുണ്ട്, നാളുകൾക്ക് മുമ്പിൽ നടന്ന ഒരു ലൈംഗികാതിക്രമത്തെ എന്തിനാണ് വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറക്കുന്നത്? അതിനെയും ഏറ്റവും ആദരവോടെയും വാലിഡിറ്റിയോടും കൂടി കാണാനാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ ലൈംഗിക അതിക്രമം നേടുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വർഷങ്ങൾ ഉള്ളിൽ ഊറിക്കൂടുന്ന ഒരു ട്രോമ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അത് വെളിയിലേക്ക് വരുന്നത്. അതിനെയും നമ്മൾ ആദരവോടെ കാണണം. എന്തായാലും ഈ സംസാരിക്കുന്ന സ്ത്രീയെ ഭയപ്പെടുന്നുണ്ട് സംസ്കാരവും എല്ലാ വ്യവഹാരങ്ങളും. ഇപ്പം സംസാരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു ഏജൻസി രൂപപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. ആ തുറവിക്ക്, ആ ഓപ്പൺനെസ് സാധ്യമാക്കിയതിന് WCCക്ക് വലിയ പങ്കുണ്ട്. WCCയുടെ ആ പങ്കിനെ വലിയ ആദരവോടെയാണ് ഞങ്ങൾ കാണുന്നത്. സ്ത്രീകൾ ഒന്നിച്ചു ചേരുന്നു, അവർക്കിടയിൽ സംവേദനം നടത്തുന്നു, അതവരെ എംപവർ ചെയ്യുന്നു, അവർ സംസാരിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ സ്ത്രീകൾ സംസാരിക്കുന്നതിനെ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഒരു ചർച്ചയാക്കുന്നതിന് ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഒരു സംവാദ മാതൃക രൂപപ്പെടുത്തുന്നതിൽ WCCക്കുള്ള സ്തുത്യർഹമായ പങ്കിനെ ഫെഫ്ക ആദരപൂർവ്വം കാണുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ വിമർശിക്കപ്പെടേണ്ട ഒരു സംഗതി കൂടി ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ കണ്ടു കാണും, അവർ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്, ഓൾ മെൻ ആർ നോട്ട് ബാഡ് എന്ന് പറയുന്നുണ്ട്. എല്ലാ പുരുഷന്മാരും, സിനിമയിലെ എല്ലാ പുരുഷന്മാരും ചീത്തയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഈ റിപ്പോർട്ടിന്റെ തന്നെ ഒരു പാട്രിയാർക്കൽ ആങ്സൈറ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. റിപ്പോർട്ടിന് തന്നെ ഒരു ആണധികാരത്തിന്റെ ആങ്സൈറ്റി ഉണ്ട്. അയ്യോ, ഇങ്ങനെ പറയുമ്പോൾ എല്ലാ ആണുങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത് വായിക്കപ്പെടുമോ എന്നുള്ള റിപ്പോർട്ടിന് തന്നെ ഒരു ഉത്കണ്ഠയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സിനിമയിൽ എത്ര നല്ല ആണുങ്ങളുണ്ട്, ചീത്ത ആണുങ്ങളുണ്ട് എന്നുള്ള കണക്കെടുപ്പല്ല ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർ ചർച്ചകളും അങ്ങനെയല്ല. അതിന് ഞങ്ങൾക്ക് സത്യത്തിൽ എന്താണത് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഒരു ഛായാഗ്രാഹകന്റെയും ഒരു സംവിധായകന്റെയും സ്ത്രീകളോടുള്ള ഉദാത്തമായ പെരുമാറ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഛായാഗ്രാഹകനും ഒരു സംവിധായകനും ഉദാത്തമായി പെരുമാറി എന്ന് ഇതിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം അങ്ങനെ പെരുമാറിയില്ലെങ്കിലേ ഇവിടെ പ്രശ്നമുള്ളൂ. അങ്ങനെ പെരുമാറുന്ന അനവധി ആളുകളുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പിഴവ് ആവർത്തിക്കലായിരിക്കും. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് പറയുന്നതിൽ കാസ്റ്റിംഗ് കോളാണ് പ്രധാനമായിട്ട് ആദ്യമായി പറയുന്ന ഒരു സംഗതി. അത് ഈ 5 വർഷത്തെ പ്രവർത്തനം വളരെ ഫലവത്തായിരുന്നു. കാരണം ഇപ്പോൾ കാസ്റ്റിംഗ് കോൾ എന്നുള്ളത് ഫിലിം ചേംബറിന്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും നിയന്ത്രണത്തിലാണ്. അവിടെ അറിയിക്കാത്ത, ഒഥന്റിക് അല്ലാത്ത ഒരു കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓഡീഷൻ പ്രക്രിയയും മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജാഗ്രത വേണം. അടുത്തത്,
സിനിമയിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയുണ്ട് എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി, ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം, ഫെഫ്കയുടെ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഇവിടെ ആയ ഷിബു ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇവരുടെ യൂണിയനുമായി അത് വളരെ കർശനമായി ചർച്ച നടത്തി. ഇവർ പറയുന്നത് ഇന്ന് സജീവമായി നിൽക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് അത്തരത്തിലുള്ള പ്രമാദങ്ങൾ വരുത്തുന്നതായി ഇവർക്ക് അറിവില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതി ഏതെങ്കിലും കോണറിൽ നിന്ന് ഉയരുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ അംഗത്തിനെതിരെ കർശനമായ അച്ചടക്ക നടപടി എടുത്തുകൊണ്ട് തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ സീനിയർ ആയിട്ടുള്ള അംഗങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തുടങ്ങിയവർ ഈ തൊഴിലിടത്തെ സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ യോഗത്തിലുടനീളം ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് ഞങ്ങൾ കാണുന്ന ഒരു മാർഗം, അത് അഡ്രസ് ചെയ്യാൻ കാണുന്ന ഒരു മാർഗം അവസാനം സംസാരിക്കുന്നുണ്ട്. ഈ ഫെഫ്ക ഫെഡറേഷന് മുമ്പിൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഈ ലൈംഗിക അക്രമം സംബന്ധിച്ച, അതൊരു കൊഗ്നിസിബിൾ ഒഫൻസിലേക്ക് പോകാത്ത രീതിയിലുള്ള ലൈംഗിക അക്രമത്തെ സംബന്ധിച്ചിട്ടുള്ള 2 പരാതികളാണ് ഞങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്, ഫെഡറേഷന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ 2ലും പരാതിക്കാരിക്ക് തൃപ്തികരമായ തീർപ്പുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിലെ ഒരു പരാതിയുടെ മുഴുവൻ വിവരങ്ങളും ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം കമ്മിറ്റിക്ക് ഫയലായി തന്നെ സമർപ്പിച്ചിട്ടുമുള്ളതാണ്. പക്ഷെ ചില യൂണിയനുകൾ ഈ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയൻ, ആ യൂണിയനിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ പരാതി വന്നിരിക്കുന്നത്. ആ യൂണിയൻ ഇത് കൈകാര്യം ചെയ്യുക വിധത്തെക്കുറിച്ച് അതിലെ സ്ത്രീകൾക്ക് ശക്തമായ വിമർശനമുണ്ട്. അപ്പോൾ ആ യൂണിയന് തീർച്ചയായിട്ടും ആ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പഠിക്കുകയും ആ യൂണിയന് ഒരുപാട് കറക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്തായാലും അടുത്ത 3 മാസത്തിനുള്ളിൽ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഈ വിശകലന രേഖയിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു പത്രസമ്മേളനത്തിൽ അത് മുഴുവൻ പരാമർശിച്ച് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ആ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി മുമ്പോട്ട് വെച്ച വേറെ 2 വിമർശനങ്ങളുണ്ട്. ഒന്ന്, അതിൽ സ്ത്രീകൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായി അംഗത്വ കാർഡ് നൽകുന്നില്ല. മറ്റൊന്ന്, 35 വയസ്സ് എന്ന പ്രായപരിധി ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 സംഗതികളും ഇപ്പോൾ അവരുടെ ബൈലോ അമെൻഡ് ചെയ്തുകൊണ്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ യൂണിയനിൽ സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട്, ഒപ്പം 35 വയസ്സ് എന്ന പ്രായപരിധിയുമില്ല. എങ്കിലും ഇതിനകത്തൊരു വലിയ സ്വയം വിമർശനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം 2014 ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് എല്ലാ ഫെഡറേഷനുകളും, ഇന്ത്യയിലുള്ള എല്ലാ തൊഴിലാളി ഫെഡറേഷനുകളും സ്ത്രീകൾക്ക് അംഗത്വം നൽകണം എന്നുള്ളത്. 2014 അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ശേഷം പല സ്ഥലങ്ങളിലും ഏതാണ്ട് 5 വർഷം കൊണ്ട് അത് നടപ്പിലായപ്പോൾ ഫെഫ്കയിൽ നടപ്പിലാവാൻ 10 വർഷം വേണ്ടി വന്നു, 9 വർഷം വേണ്ടി വന്നു. അത് ഫെഫ്ക നേതൃത്വത്തിന്റെ, വിശിഷ്യ ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ തന്നെ വീഴ്ചയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കാരണം അത് പലതവണ ആ യൂണിയനോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടും ആ യൂണിയൻ അത് നടപ്പിലാക്കാത്തത് തീർച്ചയായും നേതൃത്വത്തിന് സംഭവിച്ച ഒരു പാളിച്ചയായി തന്നെ വേണം തിരിച്ചറിയാൻ. ആ വിമർശനം പൂർണ്ണമായ അർത്ഥത്തിൽ ഫെഫ്കയുടെ നേതൃത്വവും വിശിഷ്യ ജനറൽ സെക്രട്ടറിയും ഉൾക്കൊള്ളുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിലെ ജോലി കിട്ടാത്തതിനെ കുറിച്ചുള്ള ഒരു പരാതി വരുമ്പോൾ അവരതിന് സൊല്യൂഷനായിട്ട് പറഞ്ഞിരുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ഹെയർ സ്റ്റൈലിസ്റ്റുകൾക്ക് ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തിയാൽ എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഈ ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിൽ ഫെഫ്കയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഏതാണ്ട് എത്ര പേരുണ്ട് ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്? 400 പേര്, 600 പേരുണ്ടല്ലേ? 500-ലധികമുണ്ട് ഫെഫ്കയിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അവരിൽ പലർക്കും ജോലിയില്ല. അപ്പം ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ടേൺ സിസ്റ്റത്തിനെ കുറിച്ച് ആലോചിച്ചു. സംവിധായകർക്കിടയിൽ നിന്ന് കനത്ത എതിർപ്പ് വന്നു. കാരണം അവരാണ് ഹാൻഡ് പിക്ക് ചെയ്യുന്നത് അവരുടെ അസിസ്റ്റൻസിനെ. അതുപോലെ
ചലച്ചിത്ര സംഘടനയായ ഫെഫ്കയുടെ ഭാരവാഹികൾ ബി ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അഭിനന്ദിക്കുകയും ആ റിപ്പോർട്ടിലുള്ള എല്ലാവരുടെയും പേരുകൾ പുറത്തു വരണമെന്നുള്ളത് ഫെഫ്ക ആദ്യമേ തന്നെ പറയുന്ന കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയും ഇപ്പോഴും അത് പറയുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ദൗർബല്യങ്ങളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുകയായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ. ഇതിനുവേണ്ടി ഈ ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതിനുവേണ്ടി ആളുകളെ തെരഞ്ഞെടുത്ത രീതികൾ, അതിനുവേണ്ടി മൊഴിയെടുക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങൾ, അതിലൊക്കെ പലതരത്തിലുള്ള ദൗർബല്യങ്ങളുണ്ടായിരുന്നു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. കാണേണ്ട